സജിന നൂറിനെതിരെ ആരോപണങ്ങളുമായി അകന്നു കഴിയുന്ന ഭർത്താവ് ഫിറോസ് ഖാൻ. റസൂൽ പൂക്കട്ടിയും സജിനയും തമ്മിൽ ബന്ധമുണ്ടെന്ന് ഫിറോസ് ഖാൻ ആരോപിക്കുന്നു. റസൂൽ പൂക്കട്ടിയെ രക്ഷിക്കാൻ വേണ്ടി സജിന ചില നീക്കങ്ങൾ നടത്തിയെന്നും പറയുന്നു. സജിനയും ഫിറോസ് ഖാനും തമ്മിലുള്ള ശബ്ദരേഖയും ഫിറോസ് ഖാൻ പുറത്തുവിട്ടു. എത്രയും പെട്ടെന്ന് ഇവനെതിരെ കേസ് ഫയൽ ചെയ്യുക. തൽക്കാലം വിഷയം ശാന്തമാക്കാൻ ഞാനൊരു ചെറിയൊരു കാര്യം പറഞ്ഞെന്നേ ഉള്ളൂ. അതെങ്ങനെ മാത്രം എടുത്താൽ മതി. ഡിവോഴ്സ് തരുന്നില്ല എന്ന് പറഞ്ഞ് കേസ് കൊടുക്കുക. ഞാൻ കൂടെ നിൽക്കാം. ഇതെല്ലാം വലിയ പൈസ ചിലവുള്ള കാര്യമാണ്. ഫിറോസിന്റെ കയ്യിൽ ഏറ്റവും വലിയ ആയുധമാണ് നീ ഗർഭിണിയാണെന്നുള്ളത് എന്ന് റസൂൽ പൂക്കട്ടി ശബ്ദരേഖയിൽ പറയുന്നത് കേൾക്കാം. സജിനയും സംസാരിക്കുന്നുണ്ട്. ആ കുഞ്ഞിനെ വേണം എന്നത് നമുക്ക് മ്യൂച്വലായി എടുത്ത തീരുമാനമാണ്. എനിക്കും നിങ്ങളുടെ കുഞ്ഞിനെ ആവശ്യമാണ്. ഒരു പ്രാവശ്യമേ ഇക്കയെ വേണമെന്ന് ഞാൻ ബലമായി പറഞ്ഞത്. ഇതിന് 2 മാസം മുമ്പാണ് ഇത്. ഈ പ്രശ്നങ്ങളൊക്കെ നടക്കുമ്പോൾ നമ്മൾ സന്തോഷത്തോടെ ഫിസിക്കൽ അറ്റാച്ച്മെന്റ് ആയപ്പോഴുള്ള കുഞ്ഞാണിത്. നിങ്ങളുടെ ഓവർ കുബുദ്ധി കാരണമാണ് ബന്ധം പുറത്തറിഞ്ഞതെന്ന് സജിന നൂർ റസൂൽ പൂക്കട്ടിയോട് പറയുന്നുണ്ട്. സജിന ശബ്ദരേഖയിൽ ദേഷ്യപ്പെട്ട് സംസാരിക്കുന്നുമുണ്ട്. റസൂലക്ക, നിങ്ങളുടെ ഭാര്യയോട് ഞാൻ ഗർഭിണിയാണെന്ന് പറഞ്ഞേ പറ്റുമോ? ചതിച്ചുണ്ടാക്കിയത് നിങ്ങൾ നേരത്തെ പറഞ്ഞു. യുഎയിൽ നിന്ന് എനിക്ക് മെഡിസിൻ വരുന്നു. അത്രയും കെയറിങ്ങായി നിന്ന ആൾ എൻ്റെ വീട്ടുകാരോട് പറയുന്നത് എങ്ങനെയെങ്കിലും ആ കുഞ്ഞിനെ കൊല്ലാൻ നോക്കുക എന്നാണ്. നേരത്തെ ഒരു കുഞ്ഞിനെ കളഞ്ഞല്ലോ എന്നാണെല്ലാം സജിനാനോർ ശബ്ദരേഖയിൽ പറയുന്നുണ്ട്. ഇനിയൊരു കുഞ്ഞുണ്ടായി ഞാൻ കളിക്കില്ല ഇക്ക എന്ന് ഞാൻ പറഞ്ഞതാണ്. കാരണം അന്ന് പോലും ഞാൻ ട്രോമയിൽ പോയതാണ്. ഈ കുഞ്ഞ് പോയപ്പോൾ പോലും ഞാൻ മാനസികമായി വിഷമിച്ചു. വീണ്ടും ഒരു കുഞ്ഞിനെ അള്ളാഹു തന്നതാണ്. ഭാര്യയും ഭർത്താവുമായി ഹാപ്പിയായി ചെയ്യുന്നത് പോലെ ചെയ്തിട്ടല്ലേ വന്നതെന്നും സജ്നാനോർ പറയുന്നു. ഫിറോസ് തന്നെ വ്യക്തിയാധിക്ഷേപം ചെയ്യുന്നു എന്ന് നേരത്തെ പലതവണ പറഞ്ഞു സജന. അകന്ന ശേഷം സജിനയ്ക്കെതിരെ പലതവണ ഫിറോസ് ആരോപണം ഉന്നയിക്കുന്നുണ്ട്. അതേസമയം ഒരിക്കൽ സജിനയെക്കുറിച്ച് സ്നേഹത്തോടെയും ഫിറോസ് ഖാൻ സംസാരിച്ചു. ഒരുമിച്ച് താമസിച്ച വീട് വിറ്റാൽ അതിലെ വലിയ സംഖ്യ സജിനയ്ക്കായിരിക്കും നൽകുക. അങ്ങനെ ചെയ്യാൻ പാടുള്ളൂ. വേർപിരിഞ്ഞ് പതിയെ മക്കളറിയും. മകന് 8 വയസ്സായി. അവൻ പിടിച്ചെടുത്ത് പറയാൻ പറ്റില്ല. ഒരു ദിവസം പെട്ടെന്ന് മക്കളോട് പറഞ്ഞാൽ അവർക്ക് മനസ്സിലാകുമെന്ന് ഫിറോസ് ഖാൻ ഒരിക്കൽ പറഞ്ഞു. ഇനി വിവാഹം ബന്ധമുണ്ടാകില്ലെന്ന് സജിന പറഞ്ഞത് പെട്ടെന്നുള്ള വൈകാരികത പുറത്താക്കാം എന്നും ഫിറോസ് ഖാൻ അന്ന് പറഞ്ഞിരുന്നു. അന്ന് റസൂൽ പൂക്കട്ടിയുടെ പേര് ഉയർന്നു വന്നിട്ടില്ലായിരുന്നു.